പെട്ടെന്നൊരു വീട് മാറ്റത്തിന്റെ കാര്യം എന്താണ്? ഉണക്കമരം വെട്ടിമാറ്റിയില്ലേ ഒടുവിൽ അത് പുരപ്പുറത്ത് വീഴും. ഓ അതാണോ? അല്ല സാറേ, പുറപ്പുറത്ത് വീഴാതെ മരം വെട്ടി മാറ്റിക്കൂടെ? മാറ്റാ. എന്റെ അടുത്ത് അതിന് പറ്റിയ ഒരാളുണ്ട്, ഞാൻ രാവിലെ അങ്ങോട്ട് അയച്ചു തരാം. എടോ, കുടുംബാസ്വാസ്ഥ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കഠിനമായി അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ അരച്ചാൻ വയറിന് വേണ്ടി അല്ല, അല്ലേ? മനസ്സമാധാനത്തിന്. ആരാണ് കുറ്റക്കാരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെയാവും. പക്ഷെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ശരിയാ, പക്ഷെ എന്റെ പരിപാടി അതല്ല. മനസമാധാനം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ അപ്പൊ ഞാൻ വെള്ളം അടിക്കും, ഫിറ്റാവും. പിന്നെ ഒന്നും അറിയണ്ടല്ലോ, ഫിറ്റ് നോക്കിയാൽ മതിയല്ലോ. നമ്മൾ ആദ്യം കണ്ട കോളനിയിലെ വീട് വാടക ഇത്തിരി കൂടുതലാണെങ്കിലും ആ വീട് മതി. ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്തേക്കാം. തനിക്കൊരു കാറൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും സാർ. ഇപ്പൊ തന്നെ ഓട്ടോയ്ക്ക് എത്രയാ ചെലവാകുന്നത്? കാറാകുമ്പോ അത്രയും വരില്ല. ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല. ആ സാമുവലിന്റെ പേയ്മെന്റ് അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക. മാസാമാസം സാറ് ശമ്പളത്തിന് പിടിച്ചോളൂ. ആ, ഏതായാലും താൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ? എന്തായി? മൂപ്പര് അഡ്വാൻസ് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. കാറ് കണ്ടീഷനാ. ആ കോളനിയിൽ എല്ലാവർക്കും കാറുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരാൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ. എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്താർത്ഥം? അത് കറക്റ്റാണ്. എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ. അതെന്തിന്? എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ. ഞാനുള്ളപ്പോ പിന്നെ വേറെ ഡ്രൈവറിന്. സാറേ, 4 കൊല്ലം മദിരാശിയിലെ ടാക്സി കൊടുത്ത കയ്യാണ്. പിന്നെ അയ്യോ സുഖമായിട്ടൻ ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. ആണോ? ചേച്ചി പിന്നെ വരാം. ഒന്ന് ഞങ്ങൾ തല്ലാൻ മതിയെന്ന്. ഇപ്പോഴോ? ഹായ്, ഇത് നമ്മുടെ കാറാണോ സുഖേട്ടാ? അയ്യോ, എനിക്ക് സന്തോഷായി. മോളെ, നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കയറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ. 4 ആള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. അസലായിരിക്കുന്നു. ഇനിയിപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തി പിടിച്ച് നടക്കാമല്ലോ. അതൊന്നും തരണ്ട. വണ്ടി അകത്ത് വേണ്ട വേണ്ട, മേസരി ഇറങ്ങിക്കോ. ഇതിന്റെ എഞ്ചിൻ ഇപ്പം നാട്ടിൽ കിട്ടൂല. പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടിയൊന്നും മാരുതി. ഒരുമാതിരിപ്പെട്ട വണ്ടി മാരുതി ഇതിനോടൊക്കൂല. ഞങ്ങള് പുതിയ കാർ വാങ്ങി. പുതിയതല്ല, അങ്ങനെ പറഞ്ഞാ മതി. പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാ അത്. മാത്രല്ല ഇതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിൽക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കർ ആയിരിക്കും. ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ? മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും. സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കും അല്ലേ? ചുമ്മാ തരേ? ഇതേത് മോഡലാണെന്ന് അറിയോ? ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും. സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല. മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഒന്ന് പോയേ. ആരാ ഇയാള്? എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? ഒറ്റയടിക്ക് 14 കഷാക്കി കളയും ഞാൻ. വിരലി കൊണ്ട് സംസാരിക്കരുത്. വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകളാ. അയാൾ കറാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. എന്ത് കരാട്ടെ? അതാള് വീട്ടിൽ മതി. എന്നാലും ക്ഷമിച്ചുകളാ. മേസ്ത്രി വണ്ടി എടുത്ത് അകത്തോട്ട്, എന്നിട്ട് കാലത്ത് വാ. എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം. അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക് പറ്റൂല പറ്റൂല പറ്റൂല. അപ്പോ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഒരിക്കൽ കൂടി പറയുകയാണ്, വീട്ടിലെത്തിയ ഉടനെ കുളിക്കരുത്. ബോഡി തണുത്തതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ കുളിക്കാവൂ. എല്ലാവരും ഇഷ്ടേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? എവിടെയാ നിങ്ങള്? ലോഡ് ഇറക്കിയോ? മൈസൂർ സിമന്റ് കമ്പനിയിലെ സമരമായിരുന്നു, തീർന്നു. നാളെ രാവിലെ ആദ്യത്തെ ലോഡ് ഇവിടെ എത്തണം. പിന്നെ 12 mm കമ്പി 1 ടൺ അടിയന്തരമായിട്ട് വേണ്ടി വരും. മറ്റന്നാൾ മതിയോ? പോരാ, നാളെ ഉച്ചക്കുമ്പ് വേണം. പിന്നെ ഇല്ല, എന്തോ പറഞ്ഞു, പക്ഷെ പിന്നെ പറയാൻ തുടങ്ങി. അത് കുഞ്ഞനെന്താ പറയും, ഞാൻ അങ്ങോട്ട് മാറിയിട്ടാ. എന്താണ് സാറേ? ചാടിക്കടിക്കാനൊന്നും വരരുത്. നമ്മൾ ചോര നീരാക്കുന്നു, മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ തടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ തന്നെ പോയാ മതിയോ? മനസ്സിലായില്ല.
സാറ് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചാ നമുക്കൊക്കെ ചില്ലറ ഗുണങ്ങൾ കിട്ടും. വല്ലപ്പോഴും ഒരു ലോഡ് കമ്പിയോ സിമന്റോ മുക്കിയെന്ന് വെച്ചിട്ട് കമ്പിയൊന്നും പൊളിഞ്ഞു പോയില്ല സാറേ. ബില്ല് കൃത്യമായിട്ട് പിള്ള സാർ തരുകയും ചെയ്യും. നമ്മളൊന്നും അറിയണ്ട. കമ്പനിയുടെ ശമ്പളം വാങ്ങി കമ്പനിയെ ചതിക്കണമെന്നല്ലേ ആ കള്ള പിള്ള? ഇനി ഇവിടെ മെറ്റീരിയൽസ് ഇറക്കില്ല. അയ്യോ സാർ, കള്ളന്മാർ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവന്മാർ. അല്ല വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. വേണ്ട, വെളുക്കാൻ തെച്ച് പാണ്ടാക്കണ്ട. സാറിന് ഇഷ്ടല്ലേ വേണ്ട, പക്ഷെ ആ പിള്ള വെള്ളത്തിലാവരുത്. എന്താ കുഞ്ഞെന്താ കുറച്ചുകൂടെ നേരത്തെ വന്നൂടായിരുന്നു? ബസ് പിടിച്ച് ഇവിടെ എത്തണ്ടേ സാർ? എന്നാ പോവല്ലേ സാർ? നിർത്ത് നിർത്ത്. മോളെ നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ. അവളുടെ ആശയല്ലേ? സമയമില്ലെന്നേ. ഓ മേസ്ത്രി ഇറങ്ങി. കേറ് മോളെ. എടുത്തോട്ട് പോട്ടെ മേസ്ത്രി. മോളുടെ സ്കൂളിലേക്ക് വലത്തോട്ടല്ലേ പോണ്ടത്? നമുക്ക് എടുത്തോട്ട് പോയിട്ട് ചുറ്റി സ്കൂളിലെത്താം. എന്തിനാ അങ്ങനെ ചുറ്റുന്നത്? കാര്യമുണ്ട് സുഖേട്ടാ, നമ്മുടെ വണ്ടി ഞാൻ ആദ്യമായിട്ട് കയറുമല്ലേ. പോട്ടെ മേസ്ത്രി. എവിടെ കാണുന്നു? പോട്ടെ മേസ്ത്രി. എടുത്തോട്ടോ വലത്തോട്ടോ? എടുത്തോട്ട് തന്നെ. ആ പോട്ടെ. മേസ്ത്രി ആ കടയുടെ മുമ്പിൽ ഒന്ന് നിർത്തേ. എന്തിന്? ആ നിർത്ത് നിർത്ത് നിർത്ത്. നിർത്താന്ന്? നിർത്ത് ഇവിടെ തന്നെ. ഒരു മിനിറ്റ് സുഖേട്ടാ, എന്ത്? ഒന്ന് ഇറങ്ങി. എന്തിനാണെന്ന്? ഒന്ന് ഇറങ്ങി സുഖേട്ടാ. ഇറങ്ങു മോളെ. മോഹനം നോക്കുന്നുണ്ട്. നോക്കട്ടെ, വാ. മൂക്കൊന്ന് അളവെടുക്കണം ഉടുപ്പ് തയ്ക്കാൻ. ആ. ബാഗ് ദാ. ഇറക്ക ഉത്തരം മതിയോ? ആ മതി. കാഞ്ചന സമയമില്ലട്ടാ. കുറച്ച് കാത്തു നിന്നൂടെ? ബസ്സല്ലല്ലോ ഇത്, നമ്മുടെ കാറല്ലേ. നമ്മള് കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്മുടെ കാറിന് എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം. സാറിന് അഞ്ചനല്ലേ? മമ്മി ദാ ചെറിയച്ഛൻ. മിണ്ടായിരിക്കും അവിടെ. തുണി എവിടെ? തുണി? ആ തുണി ഇപ്പൊ കൊണ്ടുവരാം. ഇനി വണ്ടി വിട്ടോ. നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ. സ്വന്തം കാറും ഒക്കെ ആയി സുഖമായിട്ടാ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കട്ടെ. എന്ത്? ചാട്ടാവുന്നില്ല, ചാട്ടാവുന്നില്ല. ഈശ്വരാ, ശരിക്കും നോക്ക് മേസ്ത്രി, സ്റ്റാർട്ട് ആവാൻ ഞാൻ നാണക്കേടാ. ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല, ഇറങ്ങി തള്ളേണ്ടി തന്നെ വരും. എന്തായാലും തള്ളണം. സാർ ഒന്ന് കയ്യച്ചാട്ടെ. എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്? ഈശ്വരാ, ഇന്ന് ആരെയാണോ കണിയേണ്ടത്? ചേച്ചും കൂടി ഇറങ്ങി തള്ളേണ്ടി വരുന്നാ തോന്നണേ. പറ്റില്ല, അങ്ങനെ നാണക്കട എനിക്ക് വയ്യ. നല്ല പോലെ ആഞ്ഞി തള്ളു സാറേ. സുലോചന തങ്കപ്പൻ എന്ന പേരിലെ തങ്കപ്പൻ. കുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു സുലോചന പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ പർച്ചേസിങ്ങിന് പോയിക്കേ. ഹലോ എഞ്ചിനീയർ സാർ, പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. ഇത് ജിജി ചേച്ചിയുടെ ഭർത്താവ്. ഞാൻ സുലോചന തങ്കപ്പന്റെ ഭർത്താവ്, സാധാ തങ്കപ്പൻ. ഭാര്യയുടെ മേൽവാസിൽ അറിയപ്പെടാനാ ഞങ്ങളുടെയൊക്കെ ഒരു വിധി. തങ്കപ്പൻ സാറിന്റെ വിധി കറക്റ്റാ. പക്ഷേ ഈ ജോർജ് ഡാനിയലിന് സ്വന്തമായിട്ടൊരു മേൽവാസമുണ്ട്. എന്തേ? ഒറ്റയടിക്ക് 14 ഇഷ്ടിയെ ഒരുമിച്ച് തവിടുപൊടിയാക്കുന്ന ഏത് കരാട്ടേക്കാരനുണ്ടോ കേരളത്തിൽ?
കേരളത്തിൽ നല്ല ഈ ഭൂമിയിൽ ആരുമില്ല. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. കുട്ടി ഒരു 14 ഇഷ്ടി എടുത്തോണ്ട് കൊടുക്കും. ഇയാളൊന്ന് അടിച്ച് പൊട്ടിക്കട്ടെ. കൊണ്ടുവരട്ടെ. കൊണ്ടുവന്ന ഇയാൾ പുഴുകും. മിസ്റ്റർ തങ്കപ്പൻ, മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കേ? ഐ ഡോണ്ട് മൈൻഡ് യുവർ വേർഡ്സ്, നോട്ട് ഓക്കെ. വൈ? വേണ്ട 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 വഴക്ക് വേണ്ട. ആ അത് ശരിയാ, പുതിയ ഒരാളുടെ മുമ്പിൽ വെച്ച് കുടിക്കാൻ സോറി അങ്ങോട്ട് ഇരിക്കാം. ഓക്കേ.